ഇസ്ലാമിനെ തെറി പറയാനും മറ്റു മതസ്ഥരുടെ മുന്നിൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും നിരന്തരം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന സംഘികളുടെ അച്ചാരം വാങ്ങി പണിയെടുക്കുന്ന ഒരു യമു, ഒരു എക്സ് മുസ്ലിം, അവൻ പറയുകയാണ്, അപ്പോ ഞാൻ ആ സാധനം ഇവിടെ പറയാം. ഇവിടെ എന്താ പ്രാർത്ഥിച്ചിരുന്നത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാന വഅഅദാ അദ്ദീൻ. ഈ 3 സാധനങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ട് അർത്ഥം ഒന്ന് പറഞ്ഞുതരൂ. നിങ്ങൾ പറയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തോളാം. എന്നിട്ട് നിങ്ങളുടെ ഈ ഉടായ്പ് അത് 10 മടക്കിയിട്ട് കയ്യിൽ കാലിൽ എവിടെയെങ്കിലും വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ മല്ല സിറാത്ത് പാലത്തിന്റെ മുകളിൽ കൂടെ നടന്ന് അങ്ങ് പൊക്കോളുക. അതവിടെ നടക്കുള്ളൂ. നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഈ വർഗീയത, ഈ സാധനമാണ് നിങ്ങളുടെ അറബിയിലൂടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള ആളുകൾ മുന്നിൽ ഈ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മതേതരരാണ് എന്നിവിടെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇവിടെ നടപ്പില്ലെന്നേ, നമ്മൾ അനുവദിക്കില്ലെന്നേ. അഥവാ മുസ്ലിങ്ങൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അന്യമത വിദ്വേഷം മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രസകരം എന്തെന്ന് വെച്ചാൽ ഇവന്റെ വിശ്വാസപ്രകാരം പടച്ചോനുമില്ല, അള്ളില്ല, ഒരു ദൈവമില്ല. പ്രാർത്ഥിച്ചു എന്ന് കരുതി ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനും പോകുന്നില്ല, ഇനി സംഭവിക്കുകയുമില്ല. ഇതാണ് ഇവന്റെ വിശ്വാസം. അങ്ങനത്തെ ഒരുവൻ പരാതി പറയാണ്, കണ്ടില്ലേ അവർ പടച്ചോനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തൊരു വിദ്വേഷമാണ്, എന്തൊരു വെറുപ്പാണ്. എന്റെ ചങ്ങായിയെ, എന്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുവോ? പ്രാർത്ഥിക്കാൻ ഇവിടെ പടച്ചോനുണ്ടോ? അപ്പോ ഇവരൊരു പൊട്ടത്തരം പറയാം. ആ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെറുപ്പുണ്ടാക്കുക, അതാണ് ഇവന്റെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെറുപ്പുണ്ടാക്കുന്ന കള്ളപ്രചരണം നടത്തപ്പെടുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് ഒരു പണ്ഡിതന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവർ ഈ ആരിഫിന് മറുപടി കൊടുത്തു. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയ ഒരു ഫിത്ന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബൗദ്ധ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മൾ. അവനെ പോലത്തെ ഏതോ വിവരം കെട്ടവർ ദ്വാരം നമ്മളെ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കില്ല. നമ്മൾ ദ്വാരക്കൽ എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാവരെയും നന്നാക്കണേ എന്നാണ് ദ്വാരിയാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനോട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. ഉസ്താദിന്റെ മറുപടി ക്ലിയർ ആണ്. മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ നശിക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും പ്രാർത്ഥിക്കാറില്ല, അങ്ങനെ പഠിപ്പിക്കാറുമില്ല. അപ്പൊ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. കൂടുതൽ അറിവില്ലാത്തത് എന്ന് ഉസ്താദ് ഉപയോഗിച്ചത് അത് ഉസ്താദിന്റെ വാക്കിൽ വന്നിട്ടുള്ള ഒരു ചെറിയ പിഴവാണ്. അതൊക്കെ പൊക്കിപ്പിടിച്ച് പ്രശ്നമാക്കേണ്ട ഒരു ആവശ്യമില്ല. ഉസ്താദൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ അടുത്ത് വരെ ഉസ്താദ് പ്രസംഗിച്ചു, നമ്മുടെ വാക്കിലൊക്കെ എത്ര പിഴവുണ്ടാകും, അങ്ങനെ പിഴവുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തണം, അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഏതെങ്കിലും ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു അപ്പോഴേക്ക് പിടിച്ച് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് എല്ലാവരും കൂടി മോശാക്കി അങ്ങനെ പറയുന്നത് എന്റെ വാചകത്തിൽ 100 എണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെ വാചകത്തിലും വരാൻ സാധ്യതയുണ്ട്. ആരും മാസൂമികളായ നബിമാരൊന്നുമല്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. കണ്ടോ, ഉസ്താദൊക്കെ എപ്പോഴും പറയുന്ന വിഷയമാണ്, നമ്മൾ മാസൂമിങ്ങളല്ല, നമുക്ക് തെറ്റുകൾ ഉണ്ടാകും, തെറ്റുകൾ വന്നാൽ അത് തിരുത്തണം. ഉസ്താദ് പിറ്റേ ദിവസം തന്നെ അവിടുത്തെ പ്രഭാഷണത്തിൽ ആ വിഷയം തിരുത്തുകയും താൻ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി ക്ലിയറായി ഉസ്താദ് പ്രസംഗിക്കുകയും ചെയ്തു. പറഞ്ഞുകൊണ്ട് ഇമാം ഖസ്തലാനിയും അത് വിശദീകരിച്ചതായി കാണാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥന നടത്തുന്നവർ പ്രാർത്ഥന നടത്താൻ. കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചിലപ്പോൾ ഞാൻ തന്നെയും ദുആ ചെയ്തിട്ടുണ്ടാകും, അതേപോലെ നമ്മുടെ ആലിമീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടാകും. അവരൊക്കെ വിവരമില്ലാത്തവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ദുആ ഉദ്ധരിച്ചുകൊണ്ട് അതേ മുസ്ലിം പണ്ഡിതന്മാർ പള്ളിയിൽ വെച്ച് അമുസ്ലിമീങ്ങൾക്കെതിരെ ബൗദ്ധായുവാദികൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നവൻ അവനെ പോലുള്ള വിവരം കെട്ടവൻ ആ ഉദ്ദേശത്തിലും ആ അർത്ഥത്തിലും ചിലപ്പോൾ ആ പ്രാർത്ഥനയും വേറെ പ്രാർത്ഥനയും ഉപയോഗിച്ചിട്ടുണ്ടാകാം. അത് നമുക്ക് ബാധകം അല്ല. മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ജീവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തതാണ് ബുഖാരിയിലുള്ളത്. അതേപോലെ ഇൽഅനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ലഅനത്ത് ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ലം മുബഅസ് ലഅനൻ, എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യം ചെയ്യുന്ന കരുണയായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ഹദീസും നമുക്ക് സഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അപ്പൊ നമ്മൾ എപ്പോഴും എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാനും പാടില്ല, പ്രാർത്ഥിക്കാനും പാടില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല. അത് അറബിയിലും മലയാളത്തിലും രണ്ട് കാര്യമൊന്നുമില്ല. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനാണ് അറബിയിലും പ്രാർത്ഥിക്കുക, അറബി പ്രാർത്ഥിക്കുന്നതിനാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരെങ്കിലും എവിടെയെങ്കിലും സുബ്ഹാനല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ നമ്മളെ ഇമാമിങ്ങൾ നമ്മളെ പണ്ഡിതന്മാർ ദുആക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച് ചിലരിങ്ങനെ അതിങ്ങനെ മുറിച്ചിടുന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെ മുറിച്ചിടാൻ നിൽക്കണ്ട, ഞാൻ തന്നെയും വരുന്നുണ്ടാവും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന ദുആ അതൊരിക്കലും പൊതുവെ മൊത്തത്തിൽ ബൗദ്ധ വിശ്വാസികൾക്കെതിരെയുള്ള ദുആ ആണെന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല. അത്
ജാഹിദിൽ കുഫാറ എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ ഖാതിലുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ ഇനി വഖ്തുലുൽ മുശ്രിക്കീൻ എന്ന് തന്നെ കണ്ടാൽ അവിടെ ഒന്നും അർത്ഥം എല്ലാവരോടും എന്നാണ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് യുദ്ധമുഖത്തുള്ള സംസാരവും യുദ്ധമുഖത്തുള്ള ശൈലിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വിഷയം അതല്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആരിഫിന് മറുപടി കൊടുത്തപ്പോ അതിലാകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് പേരോട് അങ്ങനെ മറുപടി പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ പേരോട് ആരിഫിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പേരോട് ഉസ്താദ് പറഞ്ഞ മറുപടിയെ സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിനുവേണ്ടി മറ്റു വീഡിയോകളുടെ ക്ലിപ്പുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് ആരിഫിന് സപ്പോർട്ട് കൊടുത്ത ഒരൊറ്റ മുസ്ലിം വിഭാഗമേ ഇന്ന് കേരളത്തിലുള്ളൂ. അത് നിങ്ങൾ വിചാരിക്കും മുജാഹിദീങ്ങളാണെന്ന്. അല്ല, മുജാഹിദീങ്ങൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതാണ് കുരുവട്ടൂരികൾ. തനി ശൈത്താന്റെ സേവയിൽ മുങ്ങിക്കുളിക്കുന്ന കുരുവട്ടൂരികൾ എന്ന് പറയുന്ന നീചന്മാർ. ആരിഫിനെ പൊതുവെ ഒരു മുസ്ലിമും സപ്പോർട്ട് ചെയ്യൂല. കാരണം അത്രയ്ക്കും ഇസ്ലാമിക വിരോധിയാണ് ആരിഫ്. ഇസ്ലാമിക വിരോധം മൂത്ത് ഭ്രാന്തായി പോയ ഒരു മാനസിക രോഗിയാണ്. സംഘികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി മുസ്ലിങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ വെറുക്കുന്നവരാക്കുക എന്നതാണ് ഇവന്റെ മെയിൻ അജണ്ട. നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് യുക്തിവാദികളുണ്ട്, അവരൊക്കെ ഇസ്ലാമിനെ എതിർക്കാറുണ്ട്, പക്ഷേ അതിലൊക്കെ ഒരു മാന്യത കീപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ആരിഫ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പോലും മ്ലേച്ഛമായിട്ടേ അവതരിപ്പിക്കുള്ളൂ, അത്രക്കും മോശമായിട്ടേ അവതരിപ്പിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു മാനസിക രോഗിയും ഒരു ഇസ്ലാമിക വിരോധിയുമായിട്ടുള്ള ആരിഫിനെ ഒരു നിലക്കും ഒരാളും സപ്പോർട്ട് ചെയ്യൂല. അത് മുജാഹിദ് സുന്നിനെ എതിർത്തിട്ടെങ്കിലും ആരിഫിനെ സപ്പോർട്ട് ആയിക്കോട്ടെ എന്നവർ വിചാരിക്കൂല. അതുകൊണ്ട് തന്നെയാണ് ഒരു വഹാബി പോലും ഉസ്താദിന്റെ ഈ പ്രസംഗം പിടിച്ചിട്ട് അതിൽ ഉസ്താദ് പറഞ്ഞത് തെറ്റി, കണ്ടോ ഉസ്താദ് അറിവില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതിരുന്നത്. കാരണം ഉസ്താദ് അവിടെ ആരിഫ് ഹുസൈൻ മറുപടി കൊടുത്തതാണ്. ആ മറുപടി കൊടുത്തപ്പോൾ വന്നു പോയിട്ടുള്ള ഒരു വാക്കുപിഴ മാത്രമാണ് ഉസ്താദിൽ സംഭവിച്ചത്. അത് ഉസ്താദ് പിറ്റേ ദിവസം തന്നെ തിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് വിഷയമാക്കേണ്ടതില്ല, അതൊരു പ്രശ്നമാക്കേണ്ടതില്ല. കാരണം അത് പിടിച്ചുകൊണ്ട് നമ്മൾ പേരോട് ഉസ്താദിന് മറുപടി പറയുമ്പോൾ അത് ആരിഫിന് സപ്പോർട്ടാണ് എന്നൊക്കെ അവർ പോലും വിചാരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന കുരുവട്ടൂർ എന്ന് പറയുന്ന ശൈത്താന്മാർ, ഇവർക്ക് റസൂലുള്ളാഹിനെ പച്ചക്ക് തെറി പറയുന്ന ഇവർക്ക് സപ്പോർട്ടായാലും വേണ്ടില്ല, നമുക്ക് പേരോടിനെ എതിർക്കണം, നമുക്ക് പേരോടിനെ എതിർക്കണം, അതിനി ആർക്ക് സപ്പോർട്ടായാലും വേണ്ടില്ല എന്നതാണ് ഈ ശൈത്താന്മാരുടെ നിലപാട്. ഒരു പേരോട് വിരോധികളാണ് ഇവർ, പേരോട് വിരോധികൾ. എന്തുകൊണ്ടാണ് ഇവർ പേരോട് വിരോധികളായത്? അത് നിങ്ങൾക്കറിയോ? പേരോട് ഉസ്താദ് ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ദീനിനെയും സമ്പത്തിനെയും, ദീൻ മാത്രമല്ല സമ്പത്തിനെയും ഇവന്മാരുടെ ചെയ്ക്കായിട്ടുള്ള കോമാട്ടന്റെ കയ്യിൽ നിന്ന് സംരക്ഷിച്ചു. കോമാട്ടനെ എടുത്തു പുറത്ത് കണ്ടിട്ടു. അന്ന് മുതൽ തുടങ്ങിയതാ ഇവർക്ക് പേരോട് വിരോധം. ഇത് നമ്മൾ വെറുതെ പറയല്ല, ഇത് ഇവന്മാര് തന്നെ സമ്മതിച്ച കാര്യമാണ്, നമ്മുടെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യവുമാണ്. എന്ത്? ഈ കോമാടന്റെ മുരീദന്മാരുടെ ഏകദേശം ആളുകളുടെയും വീടും പറമ്പും എല്ലാം വിറ്റു തുലച്ചു. കുറെ ആളുകളുടേത് പണയത്തില. എന്തേ? ഈ കോമാടൻ പറയാ, നിങ്ങളുടെ വീടും പറമ്പുമെല്ലാം വിറ്റ് പണം എനിക്ക് കൊണ്ടുവന്ന് തരൂ. അതിന് ഔഷാദ് തന്നെ പറയുന്നുണ്ട്. വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വശീകരിക്കുന്ന കക്ഷികൾ സംസാരിക്കുമ്പോ ഇങ്കാദൂലഹു, ആ സാധാരണക്കാര് അവര് ഇയാളെ ശൈഖാന്ന് വിചാരിച്ച് ആര് പറയുമ്പോൾ പോലെ നിന്ന് കൊടുക്കും. അയാൾ പറയും പോലെ നിന്ന് കുറെ കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്ത്, സ്വന്തം വീടടക്കം മണയത്തിലായി പോയി, ജപ്പുരിയാണ്. കാരണം ശൈഖ് പറയും പോലെ കൊണ്ടു കൊടുത്തതാ, പിന്നെ അവസാനം ജപ്പുരിയാണ്. അതേപോലെ തന്നെ പിന്നെ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ്. അതേ മിനഹിത്തം ഈ ഇങ്കാദൂലഹു 19ാമത്തെ അളവാ അപ്പൊ പ്രയോഗിക്കണം. വിടോ ഞങ്ങളിങ്ങളെ പറയാ, വീട് ജപ്തിയായി പോയിട്ടുണ്ടാവും, പണയത്തിലാവും. ഒരാള് സാധാരണഗതിയിൽ ഏത് പാർട്ടിയിലായും ജീവിക്കുമ്പോൾ പല ഇടപാട് നിർത്തും. അതിൽ ബിസിനസ് നടത്തും, ചിലത് ലാഭവും, ചിലത് പൊട്ടും, ചിലപ്പോൾ വീട് പോകും. ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളല്ലേ. അതെന്തിനും ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരണം? മശായിഖിന്റെ ഭാഗം പറഞ്ഞാൽ എന്താ അറിയും? മശായിഖന്മാർ എന്ത് പറഞ്ഞാൽ ആളുകൾ കൊടുക്കും. അതങ്ങൾക്ക് എന്താ പ്രശ്നം? ആ പാവങ്ങൾ കേൾക്കും. കാരണം ആ പാവങ്ങളെ ഈ ചങ്ങായി സേവയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി സ്വന്തം ഭാര്യയെ ചോദിച്ചാൽ പോലും അവർ കൊണ്ടുപോയി കൊടുക്കും. അതും ശരിയാത്താണെന്ന് അവർ പറഞ്ഞു തീർക്കും. കാരണം അവർ പാവങ്ങളാണ്, അവരെ കുട്ടിച്ചാത്തന്റെ സേവയിൽ ഈ ചങ്ങായി പെടുത്തി കളഞ്ഞതാ. എന്നിട്ട് ഈ പണം കൊണ്ട് ഈ കോമാട്ടിൽ എന്താ കാണിക്കുന്നത്? 2 ദിവസം ഇങ്ങനെ കൂടുമ്പോ മുരീദന്മാരെ ചട്ടിയും കലവും കൊടുത്ത് പറഞ്ഞയക്കുക. എന്തിന്? ആലിമീങ്ങളെ ചീത്ത പറയാൻ വേണ്ടി. വേറെന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഇല്ല. എന്നിട്ട് ഇയാളും ഭാര്യയും ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്നരായിട്ടുള്ള മദാമമാരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുക. വല്ലാത്തൊരു ചെയ്ക്കന്നെ. ഈ കേരളത്തിൽ ഒരുപാട് കള്ളത്തുരീക്കത്ത് വന്നിട്ടുണ്ട്, ചെയ്ക്കന്മാരും വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുരുവട്ടൂരികളെ പോലെ ഒരു കുരുത്തം കെട്ട ജാതികൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അല്ലെ, ആരും അങ്ങനെ തെറ്റിദ്ധാരണക്ക് വകയുള്ളത് ദ്വാരക്കാൻ പാടില്ല ഇങ്ങനെയുള്ള എത്രയോ പറഞ്ഞില്ലേ. സോഷ്യൽ മീഡിയ ഇയാളാണ് കൈകാര്യം ചെയ്തത്. അതാ വരുന്നത് ദ്വാന്റെ പരമ്പര ഫുള്ള് വന്നു. ഇയാളെ വർത്തമാനം കേട്ടാ തോന്നിപ്പോകും സോഷ്യൽ മീഡിയ ഒന്നായിട്ട് പേരോട് ഉസ്താദിനെതിരെ നിൽക്കായിരുന്നു. ആരാടോ പേരോട് ഉസ്താദിന്റെ ഈ ക്ലിപ്പും? അപ്രകാരം നമ്മുടെ ഉലമാക്കൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് ഓതിയിട്ടുള്ള ആ ദുആയും കൂടി പരസ്പരം ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന യുക്തിവാദിക്ക് സപ്പോർട്ടായിട്ട് പ്രചരിപ്പിച്ചത് അന്റെ അനുയായികൾ, കോമാട്ടന്റെ അനുയായികൾ, സുനീർ കുരുവട്ടൂർ എന്നൊക്കെ പറയുന്ന ആ തെമ്മാടിയെ പോലത്തെ ആളുകൾ, അവരാ ഇത് പ്രചരിപ്പിച്ചത്. മറ്റൊരാളും ഇത് പ്രചരിപ്പിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഇത് ആരിഫ് എന്ന് പറയുന്ന സംഘിക്ക്, യുക്തിവാദിക്ക്, ഇസ്ലാമിക വിരോധിക്ക്
കൊടുത്ത മറുപടിയാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അന്റെ പൊട്ടന്മാർക്ക് ബുദ്ധി ഇല്ലാത്തത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദിന്റെ ഈ പ്രഭാഷണം വന്നത് മുതൽ കുരുവട്ടൂരികൾ ഏകദേശവും യൂട്യൂബിലാ. എന്നിട്ട് യൂട്യൂബ് ഇങ്ങനെ തപ്പുകയാണ് ആരൊക്കെയാണ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ എന്ന് പറയുന്ന ദുആ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ആ വീഡിയോ ഇങ്ങെടുക്കുക, അപ്പുറത്ത് പേരോട് ഉസ്താദിന്റെ ആ വീഡിയോ ഭാഗം അങ്ങ് വെച്ചു കൊടുക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അത് പ്രചരിപ്പിച്ചത് നിന്റെ ആളുകളാണ്. ഒരു വഹാബിയും ഇത് ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം പേരോട് ഉസ്താദ് മറുപടി കൊടുത്തത് ആ ഇസ്ലാമിക വിരോധിക്കാണ്. ഇതിൽ പേരോട് ഉസ്താദിന്റെ ഏതെങ്കിലും ഒരു വാക്ക് പ്രിയ മാത്രം എടുത്തിട്ട് പൊന്തിച്ച് കാണിക്കേണ്ടതില്ല. അങ്ങനെ കാണിച്ച് പേരോട് ഉസ്താദിന് മറുപടി കൊടുത്താൽ അത് ആരിഫിനെ സപ്പോർട്ട് ചെയ്യലാകും, ആ യുക്തിവാദിക്ക് സപ്പോർട്ട് കൊടുക്കലാകുമെന്ന് അവർക്ക് പോലും അറിയാം. സോഷ്യൽ മീഡിയ ഇയാളാണ് കൈകാര്യം ചെയ്തത്. അതാ വരുന്ന ദുആന്റെ പരമ്പര ഫുള്ള് വന്നു. നമ്മളെല്ലാം കൂടി വിടുന്നില്ല. ചിലർ ക്യൂവിലാണ് ആ ദുആ തുറക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ക്ഷണിക്കുന്നു. അങ്ങനെ ഇവർ ആരിഫ് ഹുസൈനോട് പറയാതെ പറയുകയാണ്, ആരിഫെ ഞങ്ങൾ എന്റെ കൂടെയാണ്, പേരോട് പറഞ്ഞ ശരിയല്ല, അത് തെറ്റാ, ഞങ്ങൾ നിന്റെ കൂടെയാണ്. കണ്ടില്ലേ എത്ര മൂല്യമാരാണ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ എന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പേരോടിനെ നീ വിട്ടുകളാ, ഞങ്ങൾ നിന്റെ കൂടെയാണ് എന്ന് പറയാതെ പറയുന്നു. ഇതാണ് കുരുവട്ടൂരിസം. യുക്തിവാദികൾക്ക്, വഹാബികൾക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ ഔലിയാക്കളെ, മഹാന്മാരെ കൊത്തിവലിക്കാൻ ആയുധം കൊടുക്കുന്ന തനി നീചന്മാരായിട്ടുള്ള കുരുവട്ടൂരികൾ. ഇവരിൽ നിന്ന് പേരോട് ഉസ്താദിനെ പോലോത്ത, പൊന്മൾ ഉസ്താദിനെ പോലോത്ത നമ്മുടെ ഉലമാക്കൾ മുൻകൂട്ടി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഇന്നവർക്ക് പെരയും പറമ്പുണ്ട്. അല്ലെങ്കിൽ ഈ ചങ്ങായിക്ക് എഴുതി കൊടുത്തിരുന്നു പെരയും പറമ്പൊക്കെ.